വേണമെങ്കിൽ ഒരു വാർത്ത വന്ന് കേട്ടോളൂ. എന്ത് വാർത്ത? ഒരു കൗതുക വാർത്ത. ഇല്ല, അറസ്റ്റും ചെയ്തിട്ടില്ല. എന്നെ പോലീസ് പിടിച്ചതല്ല, ഞാൻ പിടികൊടുത്തതാ. രാവിലെ പറഞ്ഞ പോലെ തന്നെ ലാഭവിഹിതം കൃത്യമായി കൊടുക്കുന്നു പറഞ്ഞു. പിന്നെ അതിനൊപ്പം കണക്കുകളിലാണ് പെശകെന്നാണ് ഇപ്പോഴും പറയുന്നത്. ആര് പറഞ്ഞു? അതെ, ആര് പറഞ്ഞു? ഇതൊക്കെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന അവസരങ്ങളാ, അത് വിനിയോഗിക്കണം. അത് നമ്മളിലുള്ള രേഖകളും ഇപ്പോഴും വന്നു തരാനുള്ള കണക്കുകളുണ്ടല്ലോ. ഇപ്പോഴും പേയ്മെന്റുകൾ വരാണ്ട് അതിനു മുമ്പുള്ള എല്ലാ രേഖകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. രേഖകളല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കോടതിയെ വിശ്വസിക്കുന്നു. പോലീസുകാർക്ക് എല്ലാവർക്കും നമ്മൾ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. സർക്കാർ നേരിട്ട് വന്ന കേസായതുകൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഞാനില്ല ഇല്ല എന്ന് പറഞ്ഞതാ, എന്നിട്ട് എന്നെ തലേ കെട്ടിവെച്ചു. രാഘവൻ പറഞ്ഞത് വാസ്തവം. എന്തോ രാഘവൻ പറഞ്ഞത് വാസ്തവം. മുതൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞതാണ്. അത് അവരല്ലേ കേസ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആർട്ടിഫിഷ്യൽ പോയിട്ടുള്ളതാണ്. അവരാണ് അതിൽ വരാത്ത. അവർ പറയുന്നത് കണക്കുകൾ റോങ് ആണ്. ഒരു കണക്കും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലല്ലോ. ആ കണക്ക് എങ്ങനെ വക കൊള്ളിക്കും? എന്റെ സംഗതി നേരെ പോ എന്നുള്ളതാണ്. ഈ കൈകൾ മാർപ്പാപ്പയെ പോലെ പരിശുദ്ധമാണ്. 40% തന്നെ ആയിരുന്നു. 40% ആയിരുന്നു. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെ? അത് മാത്രം ചോദിക്കരുത് സാർ, പറയാൻ എനിക്ക് വാക്കുകളില്ല. അത് അവർ പറയും കറക്റ്റായിട്ട്. ഞാൻ കണക്കുകളൊക്കെ പറയും. എല്ലാ കണക്കും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പറയുമ്പോ പറയാന്നല്ലാതെ കൃത്യമായിട്ടൊരു കണക്കുമില്ലല്ലോ. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. പിന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇല്ലൊന്നും പറഞ്ഞിട്ടില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ?